ന ന ന കൃതണരകാം 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 ന ന ന. പ്രേക്ഷകരുടെ കുറവെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ പ്രേക്ഷകരുടെ കുറവ്, പണ്ടുള്ള പ്രേക്ഷകരുടെ കുറവ് അല്ല, പണ്ടുള്ള പ്രേക്ഷകരെ പോലെ പ്രേക്ഷകരുടെ ആധിക്യത്തിന് കാരണം അന്നുള്ള കലാകാരന്മാരുടെ പ്രകടനത്തിൻ്റെ സവിശേഷതകളായിരുന്നോ എന്ന് അതൊന്ന് പറയാമോ? അത് പറയുമ്പോൾ അന്ന് കലകളോട് അല്ലെങ്കിൽ കഥകളിയോട് ആസ്വാദകർക്കുണ്ടായിരുന്ന ഒരു അറിവും അതിനോടുണ്ടായിരുന്ന കൂറും, പിന്നെ വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അത് കണ്ടിട്ടേ പോകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വാഹനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കഥകളി കാണാൻ വന്നാൽ ഈ സാറ് പറഞ്ഞ മാതിരി ആദ്യം മുതൽ അവസാനം വരെ കാണണം, അത് കണ്ട് വിലയിരുത്തണം എന്നുള്ള ഒരടങ്ങാത്ത ആഗ്രഹം. വർഷത്തിൽ ഒരു ഇടത്തായിരിക്കും ചിലപ്പം കഥകളി നടക്കുക, ഒരു അമ്പലത്തിൽ. ആ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആ നാട്ടുകാരായിരിക്കും കഥകളി. അപ്പോഴത് പൂർണ്ണമായിട്ടും കാണണം എന്നുള്ള അടങ്ങാത്ത ഒരാഗ്രഹം ആ ആസ്വാദകൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാര്യം അവർക്കന്ന് ആ കഥകളി കാണുവാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ആ സമയത്തെ മാറ്റി വയ്ക്കുന്ന ഒരു സമ്പ്രദായം എനിക്ക് തന്നെ അറിയാം. പിന്നെ പക്ഷേ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മാറ്റി വയ്ക്കാൻ സമയം ഇല്ല എന്നുള്ളൊരു നാട്യം കൂടി അതിനകത്തുണ്ട്. സമയം ഉണ്ടെങ്കിൽ തന്നെയും സമയം ഇല്ല എന്ന് വരുത്തുന്ന ഒരു സമ്പ്രദായമാണ് കൂടുതലുള്ളത്. എന്നുവെച്ചാൽ ഇന്നത്തെ ആസ്വാദകർ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ദൃശ്യ മാധ്യമ സൗകര്യങ്ങൾ കൂടിയ സമയത്ത് കഥകളിയെക്കുറിച്ച് അറിയാനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ അന്ന് അതില്ല. അന്ന് ഈ വേദിയിലാണ് കഥകളി കാണാൻ വരുന്നതും അന്നുള്ള നടന്മാരെ എല്ലാം അവർ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, അല്ലെങ്കിൽ വാദ്യക്കാരായാലും പാട്ടുകാരായാലും എല്ലാം അവരുടെ കുടുംബത്തിലെ ആൾക്കാരെന്ന് പറയുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു കലാ ആസ്വാദകരാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടും കഥകളി കാണുവാൻ ആസ്വാദകർ പൊതുവേ കുറവാണ്. പണ്ട് ഈ തെക്കൻ ദിക്കിൽ നടത്തിയിരുന്ന ചില കഥകളുടെ സവിശേഷത കൊണ്ടാണ്. അപ്പം തെക്കൻ ദിക്കിൽ പ്രചുരമായിട്ടുണ്ടായിരുന്ന ഹരിചന്ദ്രചരിതം, അതെ, ഈ ബാണയുദ്ധം, അതെ, ഈ ദേവയാനി സ്വയംവരം, ഇതുപോലുള്ള കഥകൾ, അതെ, ഇതുപോലുള്ള കഥകൾ ഇന്ന് അതിൽ നിന്ന് മാറി ഇപ്പം കോട്ടയം കഥകളും, അതെ, നളയരുതം പണ്ടും ഉണ്ടായിരുന്നു. നളയരുതം തെക്കും വടക്കും ഒരുപോലെ വന്നിരുന്ന കഥയാണ്. അപ്പോൾ അതുപോലുള്ള കഥ ഇത് ഈ ഹരിചന്ദ്രചരിതം ഇന്ന് ഏതാണ്ട് അരങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് തന്നെ പറയാം നമുക്ക്. കാരണം അത് ആ കഥ തോന്നുന്ന ഗായകരി തന്നെ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തകഴിക്കുട്ടമുള്ള, മുതാക്കൽ ഗോപിനാഥൻ നായർ, തിരുവല്ല ഗോപിക്കുട്ടൻ, ഇങ്ങനെ അപൂർവം ചിലരെ അത് ഈ പാഠത്തിൻ്റെ സഹായം ഇല്ലാതെ അത് പാടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ മാത്രമല്ല അത് ഞാൻ കൃഷ്ണനായർ ആശാൻ്റെ വിശ്വാമിത്രൻ, മാങ്കുളം തിരുമേനിയിലെ ഹരിചന്ദ്രൻ, ഇതൊക്കെ വെച്ചിട്ട് അത് മറ്റേ മങ്കൊമ്പിൻ്റെ ചന്ദ്രമതി, ഇതൊക്കെ അവതരിപ്പിച്ച് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിൽ ഇന്നിപ്പോൾ ആ കഥ ഞാൻ അപൂർവമായിട്ട് കാണാറുണ്ട്. പക്ഷേ അന്ന് അതിൻ്റെ ആ അരങ്ങ് പരിചയമുള്ള അന്നത്തെ അരങ്ങും ഇന്നത്തെ അരങ്ങും തമ്മിൽ ആ കഥയിൽ വന്ന കണക്കൊരു വ്യത്യാസം വേറെ ഒന്നിലുമില്ല. കാരണം അത് ഏതിലേ പ്രവേശിക്കണം, എങ്ങനെ പോകണമെന്ന് അതിൻ്റെ ഒരു ചിട്ടയുള്ളവർ ഇന്ന് വളരെ കുറവാണ്. അതിനെ മറ്റ് രീതിയിൽ അവതരിപ്പിക്കും. ഇപ്പോൾ ആ വിശ്വാമിത്രൻ്റെ ഇത് തന്നെ ഇപ്പോൾ കോട്ടയം രാമകൃഷ്ണൻ, നമ്മൾ തോന്നയ്ക്ക പീതാമൻ, ഞാൻ പേരും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കൃഷ്ണനായർ ആശാൻ്റെ ആ സ്റ്റൈല്, ആ ദേവസദസ്സിൽ വന്നിട്ട് ആ വസിഷ്ഠനെ വെല്ലുവിളിക്കുന്ന ആ ഭാഗമൊക്കെ ആ കൃഷ്ണനായർ ആശാൻ്റെ വിശ്വാമിത്രൻ കണ്ടിട്ടുള്ള ഒരാൾക്ക് ആ കഥ ഇനി അത് കാണാൻ പറ്റില്ല. അത് ഞാൻ അത് കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. ആ കഥ ഏതാണ്ട് അതുകൊണ്ട് അപ്രത്യക്ഷമായി. ഒന്നാമത് അതിൻ്റെ നീളം 4 ദിവസം, നളയരുതം പോലെ 4 ദിവസം അതുകൊണ്ട് അത് അത്രയും ഇങ്ങനെ അതിൻ്റെ ആ പാഠം, അക്ഷരം ഓർത്തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അത് പാടാൻ കഴിവുള്ളവർ ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പാടുന്നുണ്ട്. അത് ഈ പാഠം നോക്കാതെ പാടുന്നവരുണ്ടോ? അല്ല, അത് നോക്കാതെ പാടുന്നവർ അപൂർവമാണ്. പറയാം.
കൃഷ്ണനാരാശാന് പച്ചവേഷത്തിൽ തുടർച്ചയായിട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗോപിയാശാൻ പോലെ ഇപ്പം നിൽക്കുന്ന യുവാക്കൾ ഉൾപ്പെടെ കൃഷ്ണനാരാശാൻ്റെ പച്ചവേഷത്തിൽ തുടർച്ചയുണ്ടായിട്ടുണ്ട്. കൃഷ്ണനാരാശാന് തുടർച്ച കിട്ടാതെ പോയത് അദ്ദേഹത്തിൻ്റെ മിനുക്ക് വേഷങ്ങൾക്കാണ്. വിശ്വാമിത്രൻ, സുന്ദരബ്രാഹ്മണൻ, ഇതുപോലുള്ള കൃഷ്ണനാരാശാൻ ഇട്ട വേഷങ്ങളുണ്ട്. ആ വേഷങ്ങൾക്ക് കൃഷ്ണനാരാശാന് തുടർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. രാധാകൃഷ്ണൻ എന്ത് പറയുന്നു? അല്ല, കൃഷ്ണനാരാശാൻ എന്ന പിന്നെ അതികായകനായ കഥകളി കലാകാരനെ കാണുന്നത് പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പച്ചവേഷങ്ങളിലായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ നടനും അദ്ദേഹത്തിൻ്റെ ധർമ്മോത്തരവും അത് പറയാൻ പറ്റില്ല. അതെ, പറയാം, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിൻ്റെ കജനും അതിൻ്റെ അഭിനയം ചാതുരിയും മിനുക്ക് വേഷങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ സമ്പ്രദായങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. യാതൊരു സംശയമില്ല, അതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആയിട്ട് രംഗത്ത് പ്രവർത്തിച്ച അധിക പരിചയമില്ല, കണ്ടുള്ള പരിചയമാണ് കൂടുതലും ഉള്ളത്. എന്നിരിക്കലും അദ്ദേഹത്തിൻ്റെ സന്താന പോലത്തെ ബ്രാഹ്മണനെ അനവധി പ്രാവശ്യം നാവായിക്കുളത്ത് തന്നെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉടുത്ത് കെട്ടാൻ പറ്റാത്ത ഒരു കാലത്ത് കൂടുതലും ബ്രാഹ്മണ വേഷങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. വിശ്വാമിത്രന് ഒരു പേരും പെരുമയും ഉണ്ടാക്കിയത് കൃഷ്ണനാരാശാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് പിന്നാലെ വന്ന കലാകാരന്മാരിപ്പം സാറ് പറഞ്ഞ മാതിരി കോട്ടയം രാമകൃഷ്ണേട്ടൻ, അങ്ങനെ തോന്നയ്ക്കൽ പീതാംബരൻ ചേട്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ മോശക്കാരാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കൃഷ്ണനാരാശാൻ്റെ ശിഷ്യൻ തന്നെയാണ് തോന്നയ്ക്കൽ പീതാംബരൻ. രാമകൃഷ്ണേട്ടന് ആ വിശ്വാമിത്രനെ എന്ന കഥാപാത്രത്തിനെ സംശീകരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില എന്താ പറയുക, ചില സമ്പ്രദായങ്ങളൊക്കെ ചേർത്ത്, കളരി പോലുള്ള അങ്ങനെ കുറേ സമ്പ്രദായങ്ങളൊക്കെ ചേർത്ത് അതിന് കുറച്ചുകൂടി ജനകീയമാക്കുന്നതിൽ രാമകൃഷ്ണേട്ടൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. കാര്യം ആസ്വാദകരുടെ മുന്നിൽ രാമകൃഷ്ണൻ്റെ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ അനവധി പേര് കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് കൃഷ്ണനാരാശനെ കണ്ടിട്ടുള്ളവരായിരിക്കത്തില്ല രാമകൃഷ്ണേട്ടൻ്റെ വേഷം കൂടുതൽ കാണാൻ പറ്റും. പക്ഷേ രാമകൃഷ്ണേട്ടൻ ഒട്ടും മോശക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം നല്ല പേരെടുത്ത, അതായത് വിശ്വാമിത്രനും പരശുരാമനും കെട്ടി പേരെടുത്ത ഒരു കലാകാരൻ തന്നെയാണ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അല്ല, പരശുരാമൻ പോട്ടെ, ഈ കൃഷ്ണനാരാശാൻ്റെ വിശ്വാമിത്രൻ ജനകീയനല്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അത് ജനകീയമായിരുന്നു കൃഷ്ണനാരാശാൻ്റെ വിശ്വാമിത്രൻ. നൃത്തം പഠിപ്പിക്കുന്ന അതൊക്കെ അത് അത്രയും ജനകീയത പിന്നെ അത് ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറെ പക്ക ജനകീയമായിരുന്നു. കൃഷ്ണനാരാശാൻ്റെ ഒരു വേഷവും ജനകീയമല്ലാന്ന് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, കൃഷ്ണനാരാശാൻ്റെ പച്ചവേഷത്തിന് തുടർച്ചയുണ്ട്, ഇന്നും തുടർച്ചയുണ്ട്. പറഞ്ഞ് മനസ്സിലായില്ലേ? പക്ഷേ കൃഷ്ണനാരാശാൻ കെട്ടിയിട്ടുള്ള മിനുക്ക് വേഷങ്ങൾ, വിശ്വാമിത്രൻ, സുന്ദരബ്രാഹ്മണൻ, മറ്റേ ഈ സന്താന ഗോപാലത്തിലെ ബ്രാഹ്മണൻ, അതിനൊന്നും അതുപോലെ തുടർച്ചയില്ല. ആശാന് തുടർച്ചയില്ലെന്നോ അതോ അല്ല, ആ വേഷങ്ങൾ അതുപോലെ പച്ചവേഷത്തിന് തുടർച്ച ഉണ്ടല്ലോ. ഇത് അതുപോലെ തുടർന്ന്, അതുകൊണ്ട് ചില കഥകൾ തന്നെ പോയി. ഇപ്പം രുക്മിണി സ്വയംവരം കെട്ടുന്നുണ്ട്, പക്ഷേ കൃഷ്ണനാരാശ ഉണ്ടായിരുന്ന കണക്ക് പോപ്പുലറായിട്ട് ആ കഥ വയ്ക്കുന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ ഹരിചന്ദ്രചരിതം, കൃഷ്ണനാരാശ ഉണ്ടായപ്പോൾ ഇങ്ങോട്ട് ഹരിചന്ദ്രചരിതമേ ഉള്ളൂ. അതെ, പറഞ്ഞ ഈ തെക്കൻ നാട്ടിലോട്ട് ഹരിചന്ദ്രചരിതമേ ഉള്ളൂ. അതുപോലെ അത് ഇപ്പം വയ്ക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കൃഷ്ണനാരാശാൻ്റെ മറ്റൊരു ഇപ്പം ഈ ഇതിലെ ബ്രാഹ്മണൻ, ഏതിൽ സന്താന ഗോപാലത്തിൽ, ആ ബ്രാഹ്മണൻ ഇന്ന് വരെ ഈ ശരകൂടം കെട്ടിയിട്ട് അതിന് എയർ ഹോൾ ഇടും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അപ്പോഴൊക്കെ കൃഷ്ണനാരാശാൻ്റെ ശരകൂടം, മറ്റേ കൃഷ്ണനാരാശം ഉണ്ടാക്കുന്ന ശരകൂടമാണ്. ഈ എയർ ഹോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ ശരകൂടത്തിനകത്ത് യമദൂതന്മാർ സൂക്ഷ്മ രൂപത്തിൽ വരെ കടന്നു വരും. അതിനാണ് പലരും ഈ എയർ ഹോൾ ഇട്ടിട്ട് ഈ ശ്വാസം എടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അല്ല, അത് എയർ ഹോൾ ഇട്ടിട്ട് അത് ഇന്നത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ, ആധുനിക എഞ്ചിനീയറിങ്ങിൻ്റെ വിദ്യ ഇവർ ശരകൂടത്തിൽ പ്രയോഗിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. അത് കൃഷ്ണനാരാശാൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? പണ്ട് കൃഷ്ണനാരാശാൻ ഈ ശരകൂടത്തിൽ എവിടെയെങ്കിലും ചെറിയ സുഷിരം ഉണ്ടോയെന്നറിയാം, അദ്ദേഹം തറയിലാണ് നോക്കണത്. ഇങ്ങനെ നിഴല് വന്നിട്ടുണ്ട്. നിഴലല്ല, ഈ പണ്ട് നമ്മളെ ഈ ഓല കെട്ടിയ വീട്ടിൽ കിടന്നിട്ടുള്ളവരൊക്കെ അറിയാം, ഈ സൂര്യരശ്മി ഇങ്ങനെ വന്നിട്ടില്ല, കോഴിമുട്ട പോലെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടക്കും. അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ മാങ്കുളത്തിനെ ഇങ്ങനെ തൊട്ട് കാണിക്കും, അവിടെ ഇവിടെ ഇങ്ങനെ ഇത് കിടക്കുന്നത്. അപ്പോഴദ്ദേഹം വീണ്ടും അമ്പ ഇത് അതങ്ങ് അടക്കിയാണ്. അപ്പം ഇപ്പം അതിൽ നിന്ന്
ഈ ശരകൂട ഈ യമദൂതന്മാരെന്ന് പറഞ്ഞാൽ അവർ വളരെ കാറ്റായിട്ട് വരെ അകത്ത് കയറും. അപ്പം അതിനെ വരെ തടയാനുള്ളിടത്ത് എയർ ഹോൾ ഇട്ട് വയ്ക്കുന്ന ശരകൂടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ നമുക്കൊരു ഇതിഹാസ യുക്തിയുണ്ട്. നമ്മളെ ഈ ഇതിൽ ഈ കഥകളിയിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് ഈ ഭൗതിക യുക്തിയല്ല, നമ്മൾ നിത്യജീവിതത്തിൽ എടുക്കുന്ന യുക്തി അധികം എടുക്കാൻ ഒക്കില്ല. ഇപ്പം ദമയന്തിയുടെ കാലി കിടക്കുന്ന ഒരു പഴന്തുണിയായിരിക്കും, പക്ഷേ അവിടെ ഇത് പെരുമ്പാമ്പാണ്, പെരുമ്പാമ്പാണ്. അപ്പോഴേ ഇതിനൊരു ഒരു പുരാണ യുക്തി, ഒരു ഇതിഹാസ യുക്തിയുണ്ട്. ആ ഇതിഹാസ യുക്തിക്ക് അവിടെ ഭംഗം വരികയാണ്. ഇപ്പം യമദൂതന്മാർ സൂക്ഷ്മരൂപത്തിൽ കയറുമെന്ന് ചോദിച്ചാൽ അയാളൊന്ന് അങ്ങനെ കയറുമെന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ, മൈക്രോസ്കോപ്പ് കൊണ്ടുവരാമോ കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. പക്ഷേ അതിൽ ആ കഥയുടെ ആ സങ്കല്പത്തിൻ്റെ ആ സൂക്ഷ്മ യുക്തിക്ക് അവിടെ ഭംഗം വരികയാണ്. അതുപോലുള്ള കാര്യങ്ങളാണ്. അത് ഈ കൃഷ്ണനാരാശൻ ഞാൻ പലപ്പോഴും പലരുടെയും പറഞ്ഞിട്ടുണ്ട് ഇത് കിട്ടണേ. ഞാൻ പറഞ്ഞു കൃഷ്ണനാരാശാൻ്റെ ഒരുപാട് ഈ ബ്രാഹ്മണൻ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം തറയിലാണ് നോക്കണത്. മാങ്കുളത്തിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നത്. ആണ്ട് ഇവിടെ ഈ പ്രകാശം ഇങ്ങനെ വന്നിട്ട് ആണ്ട് ഇവിടെ ഈ കൊച്ചു വൃത്തം കിടക്കണ കണ്ട അതിന് ഞാനിപ്പം ഖണ്ഡിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയാം സാറേ ഓല കെട്ടിയ വീട്? അതറിയില്ല. എനിക്കറിയാം, എൻ്റെ മക്കൾക്കറിയില്ല. അത് അങ്ങനെ അഭിനയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ എയർ ഹോൾ ഇടുന്ന ഒഴിവാക്കിക്കൂടെ? അതെ, അത് അതിൻ്റെ വേറൊരു വികസിത രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചുകൂടെ? അത് തന്നെ ആധുനിക സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നവരാണ് ഇവിടെ അർജുനന്മാരെന്ന് വിചാരിക്കും. ഇപ്പം സാറ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായി. ഇപ്പം കൃഷ്ണനാരാശാൻ അല്ലെങ്കിൽ തറയിൽ നോക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അപ്പോഴും തന്നെ പ്രതികരിച്ചു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് പിന്നെ ഓല കെട്ടിയ വീടോ ചാണകം മെഴുകിയ വീടോ ഒന്നും അറിയില്ല. അല്ല, ഓല കെട്ടിയ വീടിൽ ഈ സൂര്യരശ്മി ഓലയ്ക്കിടയിലൂടെ കടന്നു വരുന്ന അഭിനയിക്കണ്ട, സമ്മതിച്ച്. പക്ഷേ ഈ എയർ ഹോൾ ഇടുന്ന ഒഴിവാക്കിക്കൂടെ? അതെ, അതിൻ്റെ ഒരു വികസിത രൂപം എന്ന് മാത്രം കണ്ട് അതിനെ ആസ്വദിച്ചാൽ മതി സാറേ. രീതി കാരണം ഈ പല അർജുനന്മാരും ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഇങ്ങോട്ട് വന്നവരാണെന്ന് വിചാരിക്കും നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക്. ഇത്തരം പ്രശ്നങ്ങൾ കലാകാരന്മാരും ആസ്വാദകരും തമ്മിലുള്ള ഒരു തുറന്ന ചർച്ച കൊണ്ട് നമുക്ക് പരിഹരിച്ചൂടെ? തീർച്ചയായിട്ടും അതിനുള്ള വേദികൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്നവരാണ് ഞാനുൾപ്പെടെയുള്ളവർ. കാര്യം നമ്മൾ ഇന്ന് ഒരു സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാതെ പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയിട്ട് ഇതിനെക്കുറിച്ച് കഥകളി ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ട്. വണ്ടിക്കൂലി തന്നാൽ മേടിക്കുന്ന ആ സമ്പ്രദായം. കാര്യം ഈ കലയെ അറിയണം, വരുന്ന തലമുറ ഇതിനെ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ച് പല വേദികളിൽ നമ്മൾ പോയി ചർച്ച ചെയ്യണം. ഞാനൊരു ചെണ്ട പഠിക്കുന്ന ഒരു സ്കൂള് നടത്തുന്നുണ്ട്. അതിൻ്റെ ഓരോ വർഷത്തെ വാർഷികത്തിനും ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പ്രധാനമായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. അവിടെ കഥകളി ചെണ്ട അല്ല പഠിപ്പിക്കുന്നത്, ഇപ്പോൾ കേളിയും തായമ്പകയും പഞ്ചാരി മേളമൊക്കെയാണ്. കഥകളി ചെണ്ട പഠിക്കാൻ കുട്ടികൾ അവിടെ അങ്ങനെ വേറെ ചൊല്ലിയാട്ട സമ്പ്രദായത്തിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നിരിക്കലും കഥകളി എന്ന് പറയുന്ന 4 കലകളിൽ 4 അക്ഷരമുള്ള ആ കലയിൽ നിൽക്കുന്ന ഞാൻ കഥകളിക്കാരനായതുകൊണ്ട് എൻ്റെ കല എൻ്റെ കുട്ടികളും പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അത് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഒരു ഉത്തമന്മാരായ നടന്മാരെയും പാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തുറന്ന ഒരു ചർച്ചയുണ്ടെങ്കിൽ, ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി പണ്ട് ഓല കെട്ടിയ വീടുണ്ടായിരുന്നെന്നും അതിൽ നിന്ന് പ്രകാശം കടന്നു വന്നിരുന്നുവെന്നും ഇന്നത്തെ തലമുറയിൽ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ആ ആശയം തന്നെ അവർക്കൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. അപ്പോൾ അവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ പരസ്പരം ഇതുമാതിരിയുള്ള ക്ലാസ്സുകൾ, ചർച്ചകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇത് ചില യുക്തികൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. അത് പലർക്കും എന്നോട് വിരോധം. സാറ് എനിക്കിതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം കലാമണ്ഡലം പോലുള്ള അതിബൃഹത്തായ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ താല്പര്യമെടുത്ത് ഒരു സഞ്ചാരം, ഒരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പ്രധാന വേദികളിൽ കഥകളിയെക്കുറിച്ച് ഒരു ചർച്ച വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ആസ്വാദകരെ മുൻകൂട്ടി അറിയിച്ച് ക്ഷണിച്ച് വരുത്തി ഇന്നതാണ് മുമ്പുണ്ടായിരുന്ന സമ്പ്രദായം, ഇപ്പോഴും ഇന്നതാണ് കാണിക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ മാറി അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറ്റം വന്നു എന്ന് വേഷത്തിനെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ചെണ്ടയെക്കുറിച്ചും ഒക്കെ അനവധി അറിവുള്ള മഹാരഥന്മാരായ വ്യക്തികൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ അറിവ് കഥകളി ആസ്വാദകർക്ക് കൂടി പങ്ക് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഈ ഇമാതിരിയുള്ള സ്ഥാപനങ്ങൾ കൈക്കൊള്ളണമെന്ന് എനിക്കൊരു സാറിനോട് ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അഭ്യർത്ഥന അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് കഴക്കൂട്ടത്ത് നമ്മളെ ബാലസുബ്രഹ്മണ്യൻ്റെ
അതെ. ആ ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ണികൃഷ്ണനൊക്കെ പങ്കെടുത്ത ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിനു വാസുദേവൻ അന്നൊരു പ്രശ്നം ഉന്നയിച്ച്, അപ്പോഴവിടെ വെച്ച് ചോദിക്കാൻ പറ്റിയില്ല. അതായത് ഈ നരകാസുരവധം, തോരണം, ഇതുപോലുള്ള കഥകളിൽ ആ പടപ്പുറപ്പാട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മേളക്കാരുടെ ഒരു ആധിക്യം ഭയങ്കര. അന്ന് എത്ര ചെണ്ടക്കാരും മദ്ദളക്കാരും അവിടെ വന്നു, അവരെല്ലാവരും കൂടെ കയറി സ്റ്റേജിൽ നിന്നിട്ട് അടിച്ച് പൊളിച്ച്. ഇത് പലപ്പോഴും ഞങ്ങളുടെ ഈ പ്രേക്ഷകരുടെ അറിവില്ലായ്മയാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് പലപ്പോഴും ഒരു കർണശല്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒന്നാമതല്ല വലിയ ബോക്സ് വെച്ചിരിക്കുന്നത്, ചെണ്ടയ്ക്ക് മൈക്കില്ലാതെ തന്നെ ചെണ്ടയ്ക്ക് നല്ല ശബ്ദമാണ്, ഇതെല്ലാം കൂടെ വരും. അപ്പോൾ അന്നതിനെ അങ്ങനെ അത്തരം മേളം, അത്തരം ഈ പടപ്പുറപ്പാട്, മറ്റേ ലങ്ക അതുപോലുള്ള ഈ മേളങ്ങൾ ഇങ്ങനെ ഉദ്ധവ കഥാപാത്രങ്ങൾ ചേട്ട് വരുമ്പോഴത്തേക്ക് അത് എല്ലാം കൂടെ കയറി നിന്ന് ഗോപുരം അടിച്ച് തകർക്കുക, ഇതെല്ലാം കൂടെ കയറി നിന്നിട്ട് അതിൽ ആ പ്രധാന ചെണ്ടയിലെ പ്രയോഗങ്ങളും അയാളെ വൈദഗ്ധ്യവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പഴുതൂടെ അത് ഇതുകൊണ്ട് അടഞ്ഞു പോവുകയാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം. അത് എൻ്റെ പരിചയക്കുറവോ എൻ്റെ അറിവില്ലായ്മ ആണെന്നറിയാം. അത് അന്ന് വിനു വാസുദേവൻ ഒരു വിമർശനമായിട്ട് അവിടെ ഉണ്ണികൃഷ്ണനൊക്കെ ഉണ്ട് അവിടെ ആ വേദിയിൽ ഉന്നയിച്ചു. അപ്പോഴതിന് മറു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അത് വൈൻഡപ്പ് അവർ അത് ആ യോഗം മാറ്റി, സമയം അതിക്രമിച്ചുകൊണ്ട് മാറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് രാധാകൃഷ്ണൻ്റെ അഭിപ്രായം എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ഇപ്പം ആദ്യം തന്നെ ഈ ശബ്ദത്തിൻ്റെ ആധിക്യം പറഞ്ഞു. ഇപ്പം നരകാസുരൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ചെന്ന് ദേവേന്ദ്രൻ്റെ ഗോപുരമാണ് ഇടിച്ചു തകർക്കുന്നത്. അതെ. അപ്പോൾ ആ ദേവേന്ദ്രൻ്റെ ഗോപുരത്തിന് എത്ര ശക്തി ഉണ്ടാവും? ആ ഗോപുരം ഇടിച്ച് തകർക്കണമെങ്കിൽ നരകാസുരന് എത്ര ശക്തി ഉണ്ടാവും? അപ്പോൾ ഈ രണ്ട് ശക്തിയും പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കണമെങ്കിൽ ചെണ്ടയ്ക്ക് ശബ്ദം വേണ്ടേ? അല്ല, ചെണ്ടയ്ക്ക് ഒരു ചെണ്ടയുടെ ശബ്ദം മതിയല്ലോ. അതെങ്ങനെ? അതല്ല, മറ്റൊരു ഗോപുരം ഇടിച്ച് തകർന്ന് ഇങ്ങനെ വീഴുമ്പോൾ എന്ത് ശബ്ദമായിരിക്കും? നമുക്ക് ഒറ്റ ചെണ്ടയിൽ ഉണ്ടാക്കാൻ പറ്റും. അനുഭവം അത് തകർന്നിങ്ങനെ വീഴുന്നത്. അത് ഒരു ഉദാഹരണമൊക്കെ ഞാൻ പറയാം. ഞാനൊരു തർക്ക വിഷയം ഉന്നയിച്ചെന്നില്ല, ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. പണ്ട് നമ്മുടെ ഗുരുനാഥന്മാർ ഒരു ചെണ്ടയിൽ തന്നെ കൊട്ടിയിരുന്നത്. പക്ഷേ അത് പോരാ, അതിന് കുറച്ചുകൂടെ ഗാംഭീര്യം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചെണ്ടയും കൂടെ അധികം വയ്ക്കുന്നത്. 2 ചെണ്ട മാക്സിമം, അതിൽ കൂടുതൽ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. 2 ചെണ്ട വേണം എന്ന് ഞാൻ പറയുന്നത്. അല്ല, അത് ഒരിക്കൽ നമ്മുടെ ചെന്നിത്തല ആശാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ചെങ്ങന്നൂർ ആശാനും കൂടെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഥകളി കാണാൻ പോയി. കഥകളി കാണാൻ കയറി. അന്ന് നരകാസുരതാണ്, കൃഷ്ണനായർ ആശാൻ്റെ നരകാസുരനാണ്. അപ്പോഴവർ ഇതുപോലെ എന്നിട്ട് ആ ഗോപുരം തകർക്കണം, കോട്ടവാതൽ ഇല്ല, ചെറിയ അങ്ങോട്ട് അവിടെ പ്രവേശിക്കുമ്പോൾ ചെറിയ വാതലിൽ കൂടെ ആനയും കുതിരയും എല്ലാം കൂടെ ഇങ്ങനെ പ്രവേശിക്കുന്ന അതിൻ്റെ തിരക്കും അത് ഗോപുരം തകർത്തിട്ടുന്നതൊക്കെ കൂടെ കൃഷ്ണനാരാശാൻ കാണിച്ച് ആ ചെറിയ ഇടുങ്ങിയ വാതലിലൂടെ ഈ ചതുരംഗ സൈന്യം അങ്ങകത്ത് കയറുന്നതും ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് ഇത് ഗോപുരം തകർത്തിടുന്ന കാണിച്ച്. അപ്പോൾ ചെന്നിത്തല ആശാൻ്റെ ചെങ്ങന്നൂരാശാൻ ചോദിച്ചെന്ന് നമ്മളെ കൊണ്ട് ഇതുപോലെ ഒക്കുമെന്നു, കൃഷ്ണനാരാശാൻ കാണിച്ചതുപോലെ കാണിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുമെന്ന് ചോദിച്ചു. അന്നേരം ചെന്നിത്തലാശാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്ന് ഇങ്ങനെ ഒരു ചെങ്ങന്നൂരാശാൻ്റെ കൂടെയാണ് പറയുന്നത്, ചെങ്ങന്നൂരാശാനെ കൊണ്ട് ഒക്കില്ല എന്നുള്ളത് രീതി. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പരിങ്ങിയപ്പോൾ പറഞ്ഞ് അടുത്ത ചെങ്ങന്നൂരാശാൻ്റെ മറുപടി, തള്ളിയത് മാത്രമേ കൃഷ്ണനായരുള്ളൂ, അത് തകർത്തിട്ടത് കൃഷ്ണൻകുട്ടി പൊതുവാളാണെന്നാണ്. തള്ളിയത് മാത്രമേ കൃഷ്ണനായർ തള്ളിയുള്ളൂ, പക്ഷേ തകർത്തിട്ടത് കൃഷ്ണൻകുട്ടി പൊതുവാളാണെന്നാണ്. അപ്പോഴവിടെ തകർത്ത് വീണത് കൃഷ്ണൻകുട്ടി പൊതുവാൾ അവിടെ തകർത്തിട്ട് പോകും. ഇപ്പം ഞാൻ ഒരു തർക്കം, മേളത്തിൻ്റെ അതിപ്രസരം എന്ന് പറഞ്ഞ ഒരു തർക്ക വിഷയം പറഞ്ഞല്ല. ഇപ്പം മെയിനായിട്ട് കൊട്ടുന്ന ഒരു കലാകാരന് ഒരു സപ്പോർട്ട്, അല്ല സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഈ അവിടെ അല്ല, അവിടെ ഇപ്പോൾ ഈ തള്ളുന്നതും അത് തകർന്നു വീഴുന്നതും ഒക്കെ ഈ പ്രധാന ചെണ്ടക്കാരെ അത് ചെണ്ടയിലുണ്ടാക്കുന്ന ഈ ധ്വനി പ്രേക്ഷകർക്ക് തിരിച്ചറിയാത്തൊരവസ്ഥ എവിടെ വരുന്നു. അല്ല സാറേ, സാർ ഒന്നും കൂടെ മനസ്സിലാക്കണം, രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കലും കൊട്ടുന്നില്ല. മറ്റേ താളം പിടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആ താളം ഇടുന്നതിൻ്റെ ശബ്ദത്തിൽ ഇയാളെ കൈക്ക് കൂടുതൽ ഇതിൽ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇത് പരസ്പരം അറിഞ്ഞ് ചെയ്യുന്ന 2 ചെണ്ടക്കാരാണെങ്കിൽ അത് പുറത്തറിയത്തില്ല. ഇപ്പം മെയിനായിട്ട് കൊട്ടുന്ന ആളിൻ്റെ ആ കൊട്ടിന് ഒരു സപ്പോർട്ട്, താളം പിടിക്കുക എന്നുള്ളത് മാത്രമേ രണ്ടാമത്തെ. എന്നിട്ട് ഇദ്ദേഹം എപ്പോഴും മതിയാക്കുന്നു, അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് 2ാം ചെണ്ടക്കാരൻ കൊട്ടുക. അത് മനസ്സിലായി.
അല്ലാതെ ഒരിക്കലും രണ്ടുപേരും ഒരുമിച്ച് അല്ല, കൊട്ടില്ല. ഇതന്ന് വിനു അവിടെ ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചു. അല്ല, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബഹുമാന്യനായ ഉണ്ണികൃഷ്ണൻ അവറുകൾ ഒരുമിച്ച് ഈ കണ്ടിട്ടുണ്ട്. കൊട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്കതൊരു അരോചകമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അല്ല, അരങ്ങിയിരിക്കണ ഞങ്ങൾക്ക് പലർക്കും തോന്നിയത് കൊണ്ടാണ്. അല്ല, നമുക്ക് തോന്നിയിട്ടില്ല. അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയുന്നെങ്കിൽ അത് വേദിയിൽ വിനു ഉന്നയിച്ചു, അതുകൊണ്ടാണ്. പക്ഷേ ഒരു കഥകളി കലാകാരന് പുറമെ ഒരു ക്ഷേത്ര ജീവനക്കാരൻ കൂടിയായിരുന്നല്ലോ. അപ്പോൾ ഈ കഥകളിയുടെ ചടങ്ങുകളിൽ ഒരുപാട് ലോപം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷേത്ര ചടങ്ങുകളിൽ, ക്ഷേത്രാചാര ചടങ്ങുകളിൽ ഇതുപോലെ ലോപം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സമയക്രമീകരണത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഒരു ജീവകലശം അല്ലെങ്കിൽ ഒരു തത്വകലശം പൂജിക്കുന്നതിന് 3 മണിക്കൂർ കൊട്ടിയിട്ടുള്ളവനാണ് ഞാൻ. ഇപ്പം 30 മിനിറ്റ് മതി. ആ ഒരു കുറവ് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇപ്പം കഥകളിക്ക് ഒരു കഥാ സമ്പ്രദായം വന്നെന്ന് പറയുമ്പോൾ പൂജാതി കർമ്മങ്ങളിലും ആ സമയക്രമീകരണത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഒരു തന്ത്രി പൂജിക്കാനിരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ പൂജാ മന്ത്രങ്ങൾ തീരുന്നതായിരുന്നു കണക്ക്. ഇന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്പരം ഒരു ധാരണയാണ്, ഇത്ര മണിക്ക് നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ളൊരു ധാരണ. പണ്ടതുണ്ടായിരുന്നില്ല. അങ്ങനെ അനവധി മഹാരഥന്മാരായിട്ടുള്ള പൂർവ്വകാല തന്ത്രിമാരോടും ഒക്കെ ചേർന്ന് നിന്നിട്ടുള്ളവനാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയക്രമീകരണത്തിലും പൂജാതി കർമ്മങ്ങളിൽ ലോപം വന്നിട്ടുണ്ടോ എന്ന് ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സമയക്രമീകരണത്തിൽ ക്രമാതീതമായ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ ഈ കഥകളിയിൽ കേളി, ഇപ്പം എങ്ങും കേളി കൊട്ടാറില്ല. അതിന് ആൾക്കാർ പറയുന്നത് പണ്ട് ഈ കേളി കൊട്ടിയിരുന്നത് പരിസരവാസികളെ കഥകളി ഉണ്ട് എന്ന് അറിയിക്കാനാണ്. ഇന്നിപ്പം ഉച്ചഭാഷണി ഇതുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഈ കേളി എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറിയിപ്പിനെ തുടർന്നത് ഒരു കലാരൂപമാണ്. കേളി മാത്രമായിട്ട് നമ്മൾ കലാരൂപീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല, അന്ന് ആ കളിസ്ഥലത്തെത്തുന്നത് മേളക്കാരായ ജൂനിയർ കലാകാരന്മാരാണ് ഈ കേളി നടത്തുന്നത്. അപ്പോൾ അവർക്കതൊന്ന് പരിശീലിക്കാനും, ഈ മേളത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള പ്രാരംഭമാണ്, അവർക്കതൊന്ന് പരിശീലിക്കാനും അവർക്ക് അത് ഉറപ്പിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടെയാണത്. ആ നിലയ്ക്ക് കേളി ഒഴിവാക്കുന്നത് ഉചിതമാണോ? അത് സാറ് എന്നോട് ചോദിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു ചോദ്യമാണ്. കാര്യം വേറെ എങ്ങും അല്ല, ഈ നാവായിക്കുളത്ത് എനിക്കുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് പുതുവളാശന് ചെണ്ടയും കൊണ്ട് വന്നതായിരുന്നു ഞാൻ. കൂടെ ആശാൻ്റെ കൂടെ ഉള്ളത് വാരണാസി ആശാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കേളിക്ക് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞാൻ കേളി കൊട്ടാനായിട്ട് ഒരുങ്ങി ചെണ്ടയൊക്കെ അയച്ചു അരങ്ങത്തോട്ട് പോകാൻ നേരത്ത് ആശം വാരണാസി ആശ ഓടി വരിക, എടാ നില്ല് കേളി ഞാൻ കൊട്ടാം. അപ്പോൾ എന്താ ആശാനെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അവരെനിക്ക് പൈസ തരില്ല. ആശാൻ തുറന്ന് എന്നോട് പറഞ്ഞതാണ്. അന്ന് മെയിനായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കേളി കൊട്ടിച്ചിരുന്ന സ്ഥലമാണ് ഈ നാവായിക്കുളം. അത്രയ്ക്കും അഠ്യന്മാരായിട്ടുള്ള ആസ്വാദകർക്ക് വേണ്ടിയിട്ടായിരിക്കാം വാരണാസി തന്നെ കൊട്ടണം എന്ന് ഉണ്ടായിരുന്ന സ്ഥലമാണത്. അപ്പോഴങ്ങനെ ആശാൻ പോയി കൊട്ടിയൊരു സ്ഥലമാണ്. പക്ഷെ കേളി എന്ന് പറയുന്ന സമ്പ്രദായത്തെ വേണ്ടാന്ന് വയ്ക്കേണ്ട എന്നുള്ള ഒരു ആളാണ് ഞാൻ. ഇപ്പം പുതുവളാശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേളി കൊട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരുന്ന കലാകാരന് ആദ്യം തന്നെ അരങ്ങത്ത് പോകുന്നതിന് മുമ്പ് ശരീരവും കൈയും മെയ്യും എല്ലാം ഒന്ന് കൊട്ടി ഉണരുന്നതിനും കൂടി പൂർവികന്മാരുണ്ടാക്കി വച്ചതാണോ കേളി എന്ന് വരെ നമുക്കൊരു സംശയം ഉണ്ടായിട്ട്, നമ്മൾ ഇത്രയൊക്കെ യാത്ര ചെയ്തും പലയിടത്തുനിന്നും വന്നിട്ട് ആദ്യം ആ കേളി കൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട്, നമുക്ക് പിന്നെ കൊട്ടാനൊരു സന്തോഷം വരുന്നതായിട്ട് നമുക്ക് പല വേദികളിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അതൊരു ദൈവീക കലയാണ് കഥകളി എന്ന് വിശ്വസിക്കുന്ന, സമ്പൂർണ്ണ ക്ഷേത്രകലയെന്ന് വിശ്വസിക്കുന്ന കഥകളിക്ക് അതിന് അംഗങ്ങളെ മുറിച്ച് മാറ്റരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കേളി വേണം, കേളി നല്ലതാണ്. അത് അപ്പോൾ ഇനി നമുക്ക് രാധാകൃഷ്ണൻ്റെ കുടുംബത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കും. എൻ്റെ കുടുംബം എന്ന് പറയണത് എൻ്റെ ജീവിതം പോലെ തന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ ക്ഷേത്രവാദ്യ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി തന്നെയാണ്.
അവൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്നെ നോക്കുന്ന ജോലി തന്നെയേ ഉള്ളൂ. പിന്നെ എനിക്ക് 2 മക്കളാണ്. 2 മക്കൾ ലക്ഷ്മിയും ഐശ്വര്യയും. ഇപ്പോൾ ലക്ഷ്മി ഇന്ന് എറണാകുളത്ത് അമൃത ആശുപത്രിയിലെ ഡോക്ടറാണ്. അവൾ തിരുവനന്തപുരം ദന്തൽ കോളേജിൽ നിന്ന് BDS കഴിഞ്ഞു. ശ്രീശങ്കരയിൽ നിന്ന് MDS ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായതിനു ശേഷം ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് മാതാ അമൃതാനന്ദമയി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് MA B.Ed കഴിഞ്ഞിട്ട് ഇപ്പം ട്യൂട്ടോറിയലും മറ്റ് സ്കൂളിലും ടെമ്പററി ആയിട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് സ്ഥിര ജോലി കിട്ടിയിട്ടില്ല. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. അതും കഥകളി എന്നുള്ള ഒരു പേര് തന്നെയാണ് കല്യാണവും നടന്നത്. കഥകളി ആസ്വാദകനായ ആലുവ കടുങ്ങല്ലൂർ താമസക്കാരനായ ഒരു ശശിധരൻ നായരുടെ മകൻ രാംകുമാർ നായർ എന്ന് പറയുന്ന ആളാണ് എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചേക്കുന്നത്. അവൾക്കൊരു കുഞ്ഞുണ്ട്. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതം അറിയാമല്ലോ. രാധാകൃഷ്ണന് കിട്ടിയ പുരസ്കാരങ്ങൾ? എനിക്ക് ഭാഗ്യം അക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യം കിട്ടുന്ന പുരസ്കാരം നാവായിക്കുളം തന്നെ. അതെന്നോടുള്ള കഥകളി ആസ്വാദക സംഘത്തിൻ്റെ ഫെലോഷിപ്പാണ് എനിക്ക് ആദ്യം കിട്ടുന്നത്. അത് വർഷങ്ങൾ ഒരുപാടായി. പക്ഷേ അതാണ് എൻ്റെ ആദ്യ പുരസ്കാരം. അതുകൊണ്ട് ഏറ്റവും സന്തോഷമുള്ള പുരസ്കാരം അത് തന്നെയാണ്. അതിനുശേഷം ക്ഷേത്ര സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്ഷേത്ര ജീവനക്കാരനായിട്ടുള്ള ക്ഷേത്രശ്രീ പുരസ്കാരം, കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ വാദ്യശ്രീ പുരസ്കാരം, പിന്നെ പന്തിശ്ശേരി നാണുള്ള അദ്ദേഹത്തിൻ്റെ വാദനശ്രീ പുരസ്കാരം. അപ്പോൾ ക്ഷേത്രശ്രീ, വാദ്യശ്രീ, വാദനശ്രീ ഈ 3 പുരസ്കാരവും കിട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി പത്മഭൂഷൺ മടവൂരാശാൻ്റെ പേരിലുള്ള കേളീരവം, അങ്ങനെ തുടങ്ങി ഒത്തിരി അനവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിരിക്കലും ഗവൺമെൻറ് തരത്തിലുള്ള ഒരു വലിയ പുരസ്കാരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കഥകളി മേളത്തിന് എല്ലാ ഇതിലും പോലെ കഥകളി മേളത്തിനും ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഇന്നുള്ള കഥകളി മേളത്തെ, ഇന്നുള്ള പുതിയ മേള കലാകാരന്മാരെ കുറിച്ച് രാധാകൃഷ്ണൻ എങ്ങനെ വിലയിരുത്തുന്നു? അതൊരു നല്ല ചോദ്യം തന്നെയാണ്. നമ്മുടെ കഥകളി മേളത്തിൽ നമ്മുടെ ഗുരുനാഥന്മാർ, അതായത് പുതുവാളാശാനും മന്നടിയശനും അച്ചുടിപ്പുളാശനും ഭരണാശനും ഒക്കെ അവരെല്ലാം പുതുവാളാശൻ്റെ തായ് വഴികളായിട്ട് വന്നിട്ടുള്ള എല്ലാവരും അനുഷ്ഠിച്ച് വന്നത് തന്നെയാണ് ഇന്നുള്ള ആൾക്കാർ അനുഷ്ഠിക്കുന്നതെങ്കിലും കാലോചിതമായ ഒരുപാട് മാറ്റങ്ങൾ ഓരോരുത്തരുടെ ബുദ്ധി സാമർഥ്യവും ചെയ്ത് പരിചയമുള്ള വൈഭവവും കൊണ്ടും അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ കേശവനാശാനായാലും അങ്ങനെ തുടങ്ങിയ ആയാങ്കുടിയാശൻ, അങ്ങനെ കുറൂർ, രാമനമ്പൂര്, അങ്ങനെ തുടങ്ങിയ ഒത്തിരി കലാകാരന്മാർ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ അല്ലെങ്കിൽ മാറ്റം വരുത്തിയത്, അതിൻ്റെ സമ്പ്രദായത്തെ അരക്കിട്ട് ഉറപ്പിച്ചത് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ അവറുകൾ തന്നെയാണ്. അദ്ദേഹം ഇതിനു വേണ്ടി ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഈ വായ്ത്താരി പോലെ ഇത് മാത്രമല്ല, അദ്ദേഹം കഥകളി മേള സഞ്ചാരം ഇത് അന്ന് നമ്മുടെ പഠനകാലത്തും കൂടി അതും കൂടി പറയണം. ഗുരുമുഖത്തു നിന്നല്ലാതെ ഒരു ദൃശ്യമാധ്യമങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കാലത്ത് അവരുടെ മുഖത്തുനിന്ന് കിട്ടുന്നത് മാത്രം വെച്ച് അതിനെ പരിപോഷിപ്പിക്കാനേ നമുക്ക് മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതല്ല. ഇപ്പം മൊബൈലെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മേളസഞ്ചാരം എടുത്ത് നമുക്ക് ഏത് സംശയമുള്ള ഭാഗവും നോക്കാനുള്ള ഒരു ഭാഗ്യം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായി. അത് ഏറ്റവും മഹനീയമായി ഉൾക്കൊള്ളേണ്ട കാര്യവും അദ്ദേഹത്തെ ആദരവോടുകൂടി കാണേണ്ട ഒരു ഇതാണ്. ഒരു നിസ്സംശയം പറയാം, അതിന് ഒരു പാഠപുസ്തകം അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞു. മേളത്തിൻ്റെ ഒരു പാഠപുസ്തകം മേളത്തിൻ്റെ ഒരു പാഠപുസ്തകം അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതുപോലെ ആ കൊട്ടിലും വന്ന മാറ്റം, അത് നമ്മളെല്ലാം ബേസിക്കായിട്ട് നാവായിക്കുളമാണല്ലോ പറയണം. ഇവിടെ ഗോപിയാശൻ്റെ ഒരു കഥൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഏറ്റവും ആകർഷിച്ച ഒരു കൊട്ടിൻ്റെ അത് ഞാൻ പറയണേ. അവരിങ്ങനെ വീണയൊക്കെ വായിച്ചു, രണ്ടുപേരും കൂടെ മൃദംഗമൊക്കെ വായിച്ചു, പന്ത് കളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഞാനുണ്ടായി കളി. അപ്പോൾ പന്ത് കളിച്ചിട്ടിങ്ങനെ അടിച്ചിട്ട് പന്തിങ്ങനെ കുതിച്ച് ദൂരേക്ക് പോകണം. അത് ഇന്ന് എൻ്റെ മനസ്സിലിങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ ഓളം വിട്ടിക്കൊണ്ടിരിക്കുക. ആ പന്ത് ദൂരെ പോകുമ്പോൾ ആ ശബ്ദ ക്രമീകരണം, എന്നിട്ട് അത് മാറിപ്പോകുമ്പോൾ അത് അനുഭവമായിരുന്നു. പൊതുവാളാശൻ പണ്ട് ചെയ്തിരുന്നതെന്നൊക്കെ പറയുന്ന അവരെ അംഗീകരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്നും ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉൾക്കൊള്ളണം, അതിനുള്ള ഒരു മനസ്സും
ഉൾക്കൊള്ളാനുള്ള കഴിവും എല്ലാം ആസ്വാദകർക്ക് കൂടുതൽ ഉണ്ടാകട്ടെ എന്നുള്ളതും കൂടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ മതിയാക്കാം. മറ്റേ ഉദ്ദേശിച്ചതിൽ നിന്ന് ഒരുപാട് ചർച്ച മാറിപ്പോയി, എന്നാലും മതിയാക്കാം. രാധാകൃഷ്ണന് വീണ്ടും ഒരുപാട് ദീർഘായുസ്സും ഒരു സജീവമായ ഒരു കലാജീവിതവും കൂടുതൽ പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എനിക്കൊന്നും എനിക്ക് മടവൂര് അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ രാധാകൃഷ്ണൻ മടവൂര് ജനിച്ച് അമ്മയുടെ സ്ഥലം നാവായിക്കുളം. ഞാൻ അവിടെ കഥകളിയൊക്കെ കണ്ടു വളർന്ന് മേളം പഠിച്ച് കലാമണ്ഡലത്തിൽ പോയി അവിടെ മറ്റ് ഒരുപാട് ആശാന്മാരുമായിട്ട് യുഗപ്രഭാവന്മാരായ മേള കലാകാരന്മാരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അതുപോലെ തന്നെ യുഗപ്രഭാവന്മാരായ നടന്മാരോടൊപ്പം അരങ്ങ് പങ്കിടാനുള്ള അവസരം കിട്ടി. ക്ഷേത്രത്തിൽ ക്ഷേത്ര ജീവനക്കാരനായിട്ട് ജോലി കിട്ടി. ഇങ്ങനെ മൊത്തത്തിൽ ഒരു സംതൃപ്തിയും സന്തുഷ്ടിയും ഉള്ള ഒരു ജീവിതം ആണ് രാധാകൃഷ്ണന് ലഭിച്ചതെന്ന് പറയാം. അതെ, ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ ഇപ്പം പുതിയ മേളക്കാരെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആ പുതിയ മേളക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? ഉണ്ട്. അത് എൻ്റെ സന്ദേശമല്ല, എൻ്റെ ഗുരുനാഥൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. പൊതുവളാശൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആശാന് ഒരു ദിവസം ചോദിച്ചു, ഏറ്റവും പൊക്കത്തിൽ വളരുന്നത് എന്താണ് എന്നുള്ളതാണ് ആശാൻ്റെ ചോദ്യം. നമ്മൾ പലതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവസാനം ആശാൻ തന്നെ അതിന് ഉത്തരം പറയേണ്ടി വന്നു. ഏറ്റവും പൊക്കത്തിൽ വളരുന്നത് മുളയാണ്. പക്ഷെ മുളയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എത്ര പൊക്കത്തിൽ പോയാലും അതിൻ്റെ തല ഇങ്ങനെ കുനിഞ്ഞ് കിടക്കുകയുള്ളൂ. പിറ്റേ ദിവസം അതൊന്നും വരും, അതിൻ്റെ തല കുനിഞ്ഞ് കിടക്കുകയുള്ളൂ. പക്ഷേ അതായിരിക്കണം കലാകാരൻ, വിനയമുള്ളവനായിരിക്കണം. വിനയമുള്ളിടത്ത് ബഹുമതി താനേ വന്നെത്തും. അതുകൊണ്ട് ആസ്വാദകരായാലും ആരോടായാലും ഏറ്റവും കൂടുതൽ വിനയത്തോടു കൂടി പെരുമാറുന്ന കലാകാരന്മാരാണ് ഇന്ന് നമുക്കാവശ്യം. അതുകൊണ്ട് ആസ്വാദകരെ സന്തോഷിപ്പിച്ചുകൊണ്ടും കലയെ നിലനിർത്തിക്കൊണ്ടും എല്ലാവരും ഈ വിനയത്തോടു കൂടി മുന്നേറണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ രാധാകൃഷ്ണന് സന്തുഷ്ടമായ ഒരു കലാജീവിതവും ഒരു കുടുംബജീവിതവും ലഭിച്ചു. ഇപ്പോഴും അരങ്ങിൽ സജീവമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ കലാജീവിതത്തിൽ സജീവമായ ഒരു ദീർഘായുസ് ആശംസിക്കുകയും ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം. നമസ്തേ.